ബാത്റൂമിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മാറ്റാൻ, അത് മാത്രമല്ല അത് കൂടാതെ ഈ മോൾഡ് സ്പോട്സ് ഒക്കെ ഇല്ലേ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ നമ്മുടെ ബാത്റൂമിൽ ചുവരിലൊക്കെ വരുന്നത്, അതൊക്കെ മാറ്റാൻ ഒരു പരിധി വരെ നമുക്ക് ഒരു ചെടി വെച്ചുകൊണ്ട് തന്നെ അത് മാറ്റാൻ സാധിക്കും. അത് ഏത് ചെടിയാണെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. കുറെ പേർക്ക് അറിയാമായിരിക്കാം, എന്നാലും അറിയാൻ വയ്യാത്തവരുടെ ഇൻഫർമേഷനിലേക്ക് ഷെയർ ചെയ്യുന്നു. വേറൊന്നുമില്ല, അത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ചെടിയാണ്. അസാമാന്യ കഴിവുള്ള ചെടിയാണ്. ഇതിന്റെ പേര് ഇംഗ്ലീഷ് ഐവി എന്നാണ് കേട്ടോ. വലിയ കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് എപ്പോഴും ചെയ്യുന്ന പോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വേറെ ഫെർട്ടിലൈസേഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ല ഇത് പിടിക്കാൻ. ഇത് നമ്മുടെ ബാത്റൂമിന്റെ അകത്തുനിന്ന് വരുന്ന ദുർഗന്ധത്തിനെയും അതുപോലെ എയർബോൺ ടോക്സിൻസിനെയും അതല്ലാതെ വേറെ ഹൗസ് ഹോൾഡ് പൊല്യൂട്ടൻസ് ഒക്കെ ഇല്ലേ, ഇപ്പൊ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ എയറിൽ തങ്ങി നിൽക്കുന്ന ഹൗസ് ഹോൾഡ് പൊല്യൂട്ടൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. നമ്മുടെ ഫീക്കൽ മാറ്റേഴ്സിന്റെ ജെംസ് ഇതെല്ലാം നമ്മുടെ വായുവിൽ തങ്ങി നിൽക്കുകയും അതെല്ലാമാണ് നമ്മുടെ ഈ ദുർഗന്ധത്തിന് കാരണമാവുന്നത്. അപ്പൊ ഈ ജെംസിനെയൊക്കെ അബ്സോർബ് ചെയ്ത് നമ്മുടെ വായുവിലെ ദുർഗന്ധത്തിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിട്ട് കഴിവുള്ള ആളാണ് ഇത്. ഇത് മാത്രമല്ല, നമ്മുടെ ബാത്റൂമിൽ വെക്കാൻ പറ്റിയ വേറെയും നല്ല ചെടികളാണ് ബോസ്റ്റൺ ഫേണും പീസ് ലില്ലി, സ്നേക്ക് പ്ലാന്റ് ഒക്കെ. പക്ഷെ അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈവൻ അത്യാവശ്യം മോൾഡ് സ്പോർട്സിനെ കളയാനായിട്ട് ഏറ്റവും നല്ല ചെടി ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂമിൽ വിൻഡോയൊന്നും അല്ലെങ്കിൽ ഒരു കറക്റ്റ് വെന്റിലേഷനൊന്നും ഇല്ലാത്ത ബാത്റൂമാണ് നിങ്ങളുടെതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചെടി, രണ്ട് ചെടി ഇത് ഹാങ്ങിങ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വെക്കാം. ഇത് ഒത്തിരി നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിന്റെ ഇലയൊന്നും കടിക്കാതെയൊക്കെ നോക്കണം. ഇത് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചെടിയല്ല, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. പക്ഷേ അത് ഹാങ് ചെയ്തിടുവാണെങ്കിൽ അതും നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങളും ഗാർഡൻ സെന്ററൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ചെടികൾ നമ്മുടെ വീട്ടിലെ ഹൗസ് ഹോൾഡ് പൊല്യൂട്ടൻസിനെയൊക്കെ കുറയ്ക്കാനും എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള ചെടികൾ കാണുവാണെങ്കിൽ വാങ്ങിച്ചു വെക്കുക. ഞാൻ ഈ ചെടി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഈ ചെടിയും ഇതുപോലെ കുറെ ചെടികൾ വെച്ച് അവരുടെ ആ ഒരു ടാഗ് ലൈൻ തന്നെ എയർ സോ പ്യുവർ എന്നായിരുന്നു. അപ്പം ഞാനത് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴാണ് അവരാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇത് മാത്രമല്ല, ബോസ്റ്റൺ ഫേണും എൻ്റെ ബാത്റൂമിൽ ഞാൻ വെക്കാറുണ്ട്. ഇതും ബോസ്റ്റൺ ഫേണും പിന്നെ ഒരു സ്പൈഡർ പ്ലാന്റും ആണ് ഞാൻ എൻ്റെ ബാത്റൂമിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോൾഡ് സ്പോർട്സ് ഒന്നും തന്നെ ഇല്ല. പണ്ടുണ്ടായിരുന്നു, ഞങ്ങൾ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഇഷ്ടംപോലെ ബാത്റൂമിൽ വെച്ചു. അതുപോലെ ഹ്യൂമിഡ് ഒത്തിരി എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് കേട്ടോ ഈ ചെടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ.